പിന്നീട് അതിൽ രൂപപ്പെട്ടു വരുന്ന സിദ്ധാന്തവൽക്കരണവും പരസ്പരമുള്ള തർക്കവും, വളരെ നിസ്സാരമായ കാര്യങ്ങൾ പോലും പെരുപ്പിച്ച് പരസ്പരമുള്ള തർക്കത്തിനുള്ള വിഷയങ്ങളാക്കി മാറ്റുക, അതിനെ ദിവസങ്ങളോളമോ അല്ലെങ്കിൽ വർഷങ്ങളോളമോ നീണ്ടു നിൽക്കുന്ന സംവാദങ്ങളാക്കി മാറ്റുക. അത്തരം സംവാദങ്ങൾ നടക്കുന്നതിനിടയിൽ ചൈതന്യം നഷ്ടപ്പെട്ടു പോവുക. അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ മതത്തിന്റെ ശരിയായ അനുഷ്ഠാനത്തിൽ നിന്ന് ആളുകളെ മാറ്റി നിർത്തുന്നതിന് വേണ്ടി മതതത്വങ്ങൾ നിഗൂഢവൽക്കരിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ചരിത്രത്തിൽ സംഭവിച്ചതായിട്ട് കണ്ടെത്താൻ സാധിക്കും. ഇതൊന്നും തന്നെ ശരിയായിട്ടുള്ള മതത്തിന്റെ സ്വഭാവമല്ല. അത് മനുഷ്യർക്ക് ജീവിതം നിലനിർത്തുന്നതിനാവശ്യമായിട്ടുള്ള യഥാർത്ഥ മൂല്യങ്ങളെയാണ് പരിശീലിപ്പിക്കുന്നത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. സുമ്മ കഫൈന അല ആസാരിഹിം ബിറുസുലിന, അവർക്ക് ശേഷം അവരെ പിന്തുടർന്നുകൊണ്ടും നാം വീണ്ടും ദൂതന്മാരെ അയച്ചുകൊണ്ടിരുന്നു. ഖുർആൻ പറയാൻ, പരിശുദ്ധ ഖുർആനിൽ നേരത്തെ പറഞ്ഞു വന്ന ഒരു ചരിത്ര ആഖ്യാനത്തിന്റെ തുടർച്ചയായിട്ട് ഈ പറയപ്പെട്ടവർക്ക് ശേഷവും ദൂതന്മാരെ അയച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് വീണ്ടും കഫൈന ബിഈസ ഇബ്നു മറിയം വആതൈനാഹുൽ ഇൻജീൽ, അതുപോലെ തന്നെ തുടർന്ന് ഈസ ഇബ്നു മറിയമും നിയുക്തനായി. ഈസ ഇബ്നു മറിയമിന്, ഈസ അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് അല്ലാഹു ഇൻജീൽ അവതരിപ്പിച്ചു കൊടുത്തു. ഈസ അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് വേദഗ്രന്ഥം അവതരിപ്പിച്ചു കൊടുത്തു, ഇൻജീൽ. എന്നിട്ട് പിന്നെ പറയുന്ന വജഅൽനാ ഫീ ഖുലൂബിൽ ലദീന തബഉഹു, അവരുടെ കൂട്ടത്തിൽ ഈസയെ പിൻപറ്റിയവരുടെ മനസ്സിൽ നാം ഇറക്കിക്കൊടുത്തു റഅഫത്തൻ വറഹ്മ, കൃപയും കാരുണ്യവും. അപ്പോൾ ഇൻജീലിനെ ഗ്രഹിക്കുക, ഈസയെ പിൻപറ്റുക എന്നതിൽ നിന്ന് അവർക്ക് ലഭിച്ചിട്ടുള്ളത് എന്താണ്? അതിന് തയ്യാറാവുക വഴി പടച്ചതമ്പുരാനിൽ നിന്ന് അവർക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായ അനുഗ്രഹം ഹൃദയത്തിൽ അല്ലെങ്കിൽ മനസ്സിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള കൃപയും കാരുണ്യവുമാകും. ഇതാണ് ഏറ്റവും അടിസ്ഥാന പാഠം എന്ന് നമ്മൾ മനസ്സിലാക്കും. ഇങ്ങനെ മനുഷ്യർക്ക് മനുഷ്യരോടുണ്ടാകുന്ന ബന്ധത്തെ സംബന്ധിച്ചും മനുഷ്യരുടെ മനസ്സിൽ രൂഢമൂലമാകേണ്ടതായ വികാരങ്ങളെ സംബന്ധിച്ചും മനുഷ്യരെ നയിക്കേണ്ട മൂല്യങ്ങളെ കുറിച്ചുമാണ് ഖുർആൻ സംസാരിക്കുന്നത് എന്ന് നമ്മൾ കാണും. പൂർവ്വവേദങ്ങളും അത് തന്നെയാണ് സംസാരിച്ചത്. അതുകൊണ്ടാണ് ഇതിൽ ഇൻജീലിനെ കുറിച്ച് പറയും. എന്നിട്ട് ശേഷമുണ്ടായിട്ടുള്ള ഒരു വ്യതിയാനത്തെ ഖുർആൻ പിന്നീട് സൂചിപ്പിക്കുകയാണ്, റഹബാനിയ. നമ്മളീ പറഞ്ഞ സ്ഥാപനവൽക്കരണവും സിദ്ധാന്തവൽക്കരണവും ഒക്കെ രൂപപ്പെട്ടതിന് ശേഷം, നിഗൂഢവൽക്കരണവും ഉണ്ടായതിനു ശേഷം റുഹ്ബാനിയത്തുണ്ടായി. റുഹ്ബാനിയത്ത് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. പുരോഹിതാധിപത്യമുണ്ട്, മറ്റൊന്ന് വൈരാഗ്യ ജീവിതം, വിരക്ത ജീവിതം. നമ്മൾ സന്യാസ ജീവിതം എന്നൊക്കെ പറയാറുണ്ട്. ലോകത്തിന്റേതായ ജീവിതത്തിന്റേതായ എല്ലാ വ്യവഹാരങ്ങളിൽ നിന്നും വിട്ടുകൊണ്ടുള്ള ജീവിതം എന്നാണ് വിചാരിക്കുക. പക്ഷെ അതേ അവസരത്തിൽ അതിലും ചില സിദ്ധാന്തവൽക്കരണങ്ങളും സ്ഥാപനവൽക്കരണങ്ങളും ഒക്കെ പിൽക്കാലത്തുണ്ടായിട്ടുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. അതും ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ പറയുന്നത് മാ കതബ്നാഹ അലൈഹിം ഇല്ല ബുത്ഗാ റിദ്വാനില്ല, നാം ഒരിക്കലും തന്നെ അവരോടത് കൽപ്പിച്ചിരുന്നില്ല. അവിടെ പൗരോഹിത്യം എന്ന അർത്ഥത്തിലാണെങ്കിലും സന്യാസം എന്ന അർത്ഥത്തിലാണെങ്കിലും നാം ഒരിക്കലും അവരോടത് കൽപ്പിച്ചിരുന്നില്ല. ഇല്ല ബുത്ഗാ റിദ്വാനില്ല, സന്യാസം സ്വീകരിച്ച് ലോകത്തിന്റേതായ എല്ലാ സുഖങ്ങളിൽ നിന്നും അകന്നു മാറിയവർ അള്ളാഹുവിന്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ടാണത് ചെയ്തത്. ആ ഒരു യാഥാർത്ഥ്യത്തെ ഖുർആൻ അംഗീകരിക്കാതിരിക്കുന്നില്ല. സംഗതി ശരിയായിരിക്കാം, പക്ഷെ നമ്മളത് പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ടാണ് അവരത് ചെയ്യുന്നത്. എന്തിനാ നിങ്ങളിത് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ചെയ്യുന്നത് നല്ലതല്ലേ, അങ്ങനെ ചെയ്താൽ അള്ളാന്റെ കൂലി കിട്ടൂലേ എന്നൊക്കെയുള്ള ചോദ്യം പ്രസക്തമല്ല എന്നതിന് കൂടി തെളിവാണിത്. സംഗതി അങ്ങനെയല്ല, ചെയ്യുന്നത് നല്ലതല്ലേ അല്ലേ എന്ന ഒരു വിഷയമല്ല പ്രധാനം, മറിച്ച് നാം അത് കൽപ്പിച്ചിരുന്നില്ല. ഇങ്ങനെ ജീവിക്കാൻ നാം പറഞ്ഞിരുന്നു അവരോട്. പടച്ചതമ്പുരാൻ പറയാണ് മാ കതബ്നാഹ അലൈഹിം, അവർക്കൊരിക്കലും തന്നെ നാം അങ്ങനെ ഒരു നിയമം ഏർപ്പെടുത്തിയിരുന്നില്ല. എന്നിട്ട് വീണ്ടും പറയുന്നു ഇല്ല ബുത്ഗാ റിദ്വാനില്ല ഫമാ റഅൗഹ ഹഖ റിആയതിഹ. ഇതിന്റെ ഏറ്റവും വലിയൊരു ദുരന്തത്തെ സംബന്ധിച്ച് പിന്നീട് പടച്ചതമ്പുരാൻ സൂചിപ്പിക്കുകയാണ്, സന്യാസം സ്വീകരിച്ച ആളുകൾ അതുമായി മുന്നോട്ട് പോയി. പക്ഷെ എങ്ങനെയാണ് അവർക്കത് സാധിക്കുക? മനുഷ്യന്റെ ഒരു സാക്ഷാൽ പ്രകൃതത്തിനെതിരായിരുന്നു അത്. അതുകൊണ്ട് എന്താണോ അവർ അതിലൂടെ ആഗ്രഹിച്ചത് അത് യഥാർത്ഥത്തിൽ നേടിയെടുക്കാൻ അവർക്ക് സാധിച്ചില്ല. അത് പാലിക്കേണ്ടതുപോലെ പാലിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. കുറെ കുഴപ്പങ്ങൾ അതിലുണ്ടായി. എന്നിട്ട് വീണ്ടും പറയുന്നു അങ്ങനെ വന്നപ്പോൾ ആമനൂ മിൻഹും,
അജ്റഹും, അവരുടെ കൂട്ടത്തിലും ശരിയായി നന്നായി ജീവിച്ച ആളുകൾക്ക് നാം പ്രതിഫലം നൽകി. അവരെ പുണ്യവാന്മാരുടെ പദവിയിലേക്ക് ഉയർത്തി. പടച്ച തമ്പുരാന്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ടാണ് അവരത് ചെയ്തത്. എന്നിട്ട് അവർ നിയമങ്ങൾ പാലിക്കുകയും ചെയ്തു, മൂല്യബദ്ധമായ ജീവിതം നയിക്കുകയും ചെയ്തു. എന്നതിന്റെ പേരിൽ അവർക്ക് അവരുടേതായ സ്ഥാനം നാം നൽകി. പക്ഷെ അതേ അവസരത്തിൽ വകസീറും മിൻഹും ഫാസിഖൂൻ, അവരുടെ കൂട്ടത്തിൽ വലിയൊരു വിഭാഗം അധർമ്മികളായി മാറുകയാണ് ചെയ്തത് എന്നാണ് ഖുർആൻ പറയുന്നത്. അവരുടെ കൂട്ടത്തിൽ വലിയൊരു വിഭാഗം അധർമ്മികളായി മാറുകയാണ് ചെയ്തത്. അവരാണ് മതത്തെ സ്ഥാപനവൽക്കരിച്ചത് എന്ന് കണ്ടെത്താൻ നമുക്ക് സാധിക്കും. അവരാണ് മതത്തെ കേവലമായ സിദ്ധാന്തവൽക്കരണത്തിന് വിധേയമാക്കിയത്. അവരാണ് മതത്തിൽ വളരെ നിഗൂഢമായ ആശയങ്ങൾ ഉണ്ടാക്കിയത് എന്നും നമ്മൾ കാണുന്നു. പലതരത്തിലുള്ള തർക്ക വിതർക്കങ്ങൾ സന്യാസം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ. ഏറ്റവും പ്രകടമായ ഉദാഹരണം ഇവിടെ പറയുന്നത് ക്രിസ്തു മതവിശ്വാസികളെ സംബന്ധിച്ചാണ്. കാരണം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഇഞ്ചീൽ, അതിനെ പിന്തുടർന്നിട്ടുള്ള ആളുകൾ, അവരുമായി ബന്ധപ്പെട്ട സംഗതിയാണ് പറയുന്നത്. ആ ഒരു ചരിത്രം തന്നെ പരിശോധിച്ചാൽ ക്രിസ്തു മത സന്യാസ സഭകളിൽ പിൽക്കാലത്തുണ്ടായിട്ടുള്ള ഒരു വലിയ തർക്കം, ആ തർക്കം ദാരിദ്ര്യത്തെ സംബന്ധിച്ചായിരുന്നു. ഫ്രാൻസിസ്കൻ എന്ന ഒരു സന്യാസി വിഭാഗത്തിലാണ് ആ തർക്കം ഉണ്ടായത്. ഇത് വളരെ ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. പൂർവ്വകാലത്തുണ്ടായിട്ടുള്ള വ്യതിയാനങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇക്കാലത്ത് ശരിയായി ജീവിക്കാൻ നമുക്ക് സാധിക്കൂ. അതുകൊണ്ടാണല്ലോ പരിശുദ്ധ ഖുർആൻ ആ ഒരു ചരിത്രം ഇതിലെടുത്തിട്ടത്. അതിന്റെ ഒരു വിശദാംശത്തിലേക്കാണ് നമ്മളിപ്പോഴും പോകുന്നത്. ഫ്രാൻസിസ്കൻ എന്ന ഒരു സന്യാസ ആശ്രമത്തിൽ പിൽക്കാലത്തുണ്ടായിട്ടുള്ള വലിയൊരു തർക്കം അതെന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു വിഭാഗം സന്യാസിമാർ വാദിച്ചു ക്രിസ്തുവും അപ്പോസ്തോലന്മാരും ദരിദ്രരായിട്ടാണ് ജീവിച്ചത്. മുതലില്ലാഞ്ഞിട്ടല്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് കയറ്റുകട്ടിലിന്മേൽ കിടന്നത്? നമ്മൾ ഹദീസ് വായിക്കുന്നതനുസരിച്ച് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയൊരു ഭൂപ്രദേശത്തിന്റെ ഭരണാധികാരി ആയിരിക്കുന്ന സമയത്ത് തന്നെയാണ് അത് ചെയ്തത്. വലിയൊരു ജനവിഭാഗത്തിന്റെ നേതാവായിരിക്കുന്ന സമയത്ത്. ആ ജനതയിൽ വലിയ കച്ചവടക്കാരുണ്ടായിരുന്നു, വലിയ സമ്പന്നന്മാരും ഉണ്ടായിരുന്നു. അവർ പ്രവാചകന് വേണ്ടി എന്തും ചെയ്യാൻ സന്നദ്ധരുമായിരുന്നു. പക്ഷേ പ്രവാചകൻ കയറ്റുകട്ടിലിന്മേലാണ് കിടന്നത്. ജീവിതത്തിലെ ധാരാളിത്തങ്ങളോടും സുഖങ്ങളോടും അത്തരത്തിലുള്ള നിലപാട് അവർ സ്വയം സ്വീകരിച്ചതാണ്. അവർ ദരിദ്രരായിരുന്നില്ല, അവർ ദാരിദ്ര്യം സ്വീകരിച്ചവരാണ്. യേശുവും അപ്പോസ്തോലന്മാരും ദാരിദ്ര്യം സ്വീകരിച്ചിരുന്നു. ദാരിദ്ര്യം സ്വയം സ്വീകരിച്ചവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന പണികളാണ് അവർ ചെയ്തത്. സന്യാസാശ്രമത്തിൽപ്പെട്ട ആളുകൾ അതേ ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നതെങ്കിൽ ദരിദ്രരായിട്ടാണ് ജീവിക്കേണ്ടത്. ഇന്ന് സന്യാസ സഭയ്ക്ക് ധാരാളം ആഡംബരങ്ങളുണ്ട്. ഈ ആഡംബരങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല, ഇങ്ങനെയല്ല നമ്മൾ ജീവിക്കേണ്ടത് എന്ന് സന്യാസ സഭയിലെ ഒരു വിഭാഗം വാദിച്ചു. യഥാർത്ഥത്തിൽ അവർ സ്വീകരിച്ചിട്ടുള്ള സന്യാസം എന്ന നിലപാടിനോട് ചേർന്ന് നിൽക്കുന്ന വാദം അതായിരുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നു, ചരിത്രം വായിക്കുമ്പോൾ വലിയൊരു വിഭാഗം അതിന്റെ എതിരാളികളായിരുന്നു. ഇങ്ങനെ വാദിച്ച വിഭാഗത്തെ സ്പിരിച്വൽസ് എന്നാണ് പറയുക, മറ്റേ വിഭാഗം കൺവെൻഷൽസ്. ഇതിൽ പോപ്പ്, ക്രൈസ്തവ ഔദ്യോഗിക നേതൃത്വം കൺവെൻഷനുകളുടെ പക്ഷത്താണ് നിന്നത് എന്നാണ് ചരിത്രം പറയുന്നത്. മറിച്ചു നിന്നിട്ടുള്ള അധ്യക്ഷന്മാരും ക്രൈസ്തവ സഭയ്ക്ക് ഉണ്ടായിരുന്നു. എന്നാൽ കൂടുതൽ കാലത്തും ക്രൈസ്തവ മത നേതൃത്വം ഈ കൺവെൻഷനുകളുടെ കൂടെ ആഡംബരം സ്വീകരിക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്നവരുടെ കൂടെയായിരുന്നു നിന്നിരുന്നത്. എന്ന് പറയുമ്പോൾ ഒരു ഭാഗത്ത് സന്യാസം സ്വീകരിക്കുമ്പോഴും ജീവിതത്തിൽ വമ്പിച്ച ധൂർത്തും ആഡംബരവും അവരിലേക്ക് കടന്നു വരികയാണ്. വമ്പിച്ച ധാരാളിത്തം, ആ ധാരാളിത്തവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെയും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഈ സന്യാസ സഭക്കാർക്ക് ഇത്രയും ധാരാളിത്തത്തോടുകൂടി ജീവിക്കാൻ ആവശ്യമായ പണം എവിടെ നിന്ന് കിട്ടുന്നു? അവരാരും ഒരു ജോലിയും ചെയ്യുന്നവരല്ല. ഒരു വിഭാഗം ഒരു ജോലിയും ചെയ്യാതെ വെറുതെ ഇരിക്കുമ്പോൾ അവരെ പോറ്റാൻ വേണ്ടി സമൂഹത്തിലുള്ള മറ്റുള്ളവർ അധ്വാനിക്കേണ്ടി വരുന്നു എന്നതാണ് സന്യാസത്തിന്റെ മൗലികമായ ദൗർബല്യം. ഇത് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞിട്ടുണ്ട്, മലയാളത്തിലെ പ്രശസ്തനായ സാഹിത്യകാരൻ. അദ്ദേഹം ഒരു കാലത്ത് സന്യാസിയായിട്ടൊക്കെ ജീവിച്ചിരുന്നതാണ്. പിന്നീട് അദ്ദേഹം പറയുന്ന ഒരു വലിയ വർത്തമാനമാണ്, ഒരു തത്വമാണ്, ഒരു വിഭാഗം സന്യാസിമാരായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പണിയും എടുക്കാണ്ട് ജീവിക്കുക. പക്ഷെ അവരെ പോറ്റണമല്ലോ. അവരെ പോറ്റാൻ വേണ്ടി സമൂഹത്തിലുള്ള മറ്റുള്ളവർ കൂടുതൽ പണിയെടുക്കേണ്ടി വരിക. ഇത് അധാർമികമാണ്. അവർക്ക് ജോലി ചെയ്യാൻ ശേഷി ഉണ്ടായിരിക്കുകയാണ് ഇത് സംഭവിക്കുന്നത് എന്നതാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. എന്നാൽ ധാരാളിത്തം സ്വീകരിച്ചാലോ സന്യാസ സഭക്കാർ, അവർക്ക് യാതൊരു കുറവും വരുത്താതെ നോക്കാൻ വിശ്വാസികൾ ബാധ്യസ്ഥരാണ്. അതിനനുസരിച്ച് അവർ കൂടുതൽ ഞെരുങ്ങാൻ നിർബന്ധിതരാകും. ഇതാണ് സംഭവിക്കുന്നത്. ഇത് മാത്രവുമല്ല, ഒട്ടേറെ മറ്റ് പ്രശ്നങ്ങളും. ഈ സ്വഭാവത്തിൽ ക്രിസ്തു മതത്തിലുണ്ടായിട്ടുള്ള പ്രശ്നം